ചില സമയത്ത് ലൈഫിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്ന പോലെ നടക്കണമെന്നില്ല. അതല്ലെങ്കിൽ ചില ആളുകളെ അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. ചില സമയത്ത് ചില ആളുകളുടെ പെരുമാറ്റം അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് ഒരു രക്ഷയില്ല, നമുക്ക് ടോളറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ സാധാരണ പറയാറുള്ള ഒരു കാര്യമാണ്, അതങ്ങനെയാണ്, നമുക്കതിലൊന്നും ചെയ്യാനില്ല. നമ്മുടെ ഫ്രസ്ട്രേഷൻ കളയാൻ വേണ്ടിയിട്ടോ നമ്മളെ സ്വയം സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ടു അവോയ്ഡ് ഓവർ റിയാക്ടിങ്, അതായത് കാഷ്വലായിട്ട് പറയുന്ന ഒരു ഫ്രേസാണ്. അത് നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. അതായത് നമ്മൾ പറയാറില്ലേ, നാടോടുമ്പോൾ നടുവേ ഓടണം. ചില സമയത്ത് നമുക്ക് അതിനെതിരെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഇതൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാനോ പറ്റില്ല, കൂടെ നിൽക്കേണ്ടതായിട്ട് വരും. അതേപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റ് ഫ്രേസുകളാണ് വാട്ട്സ് ഡൺ ഈസ് ഡൺ, അല്ലെങ്കിൽ വി ജസ്റ്റ് ഹാവ് ടു റോൾ വിത്ത് ഇറ്റ്. ഇനി നമുക്കത് എക്സാമ്പിൾ നോക്കാം, അപ്പോൾ ശരിക്കും വ്യക്തമാവും. ഹീസ് ഓൾവേസ് ഹാർഡ് ഓൺ അതേഴ്സ് ബട്ട് ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ഐ ഹാവ് ലേൺ ടു ഡീൽ വിത്ത് ഇറ്റ്. അവൻ എപ്പോഴും ആളുകളോട് ഭയങ്കര ഹാർഷായിട്ടാണ് പെരുമാറുക, പക്ഷെ അറിയാലോ അത് അങ്ങനെയാണ്, ഞാൻ എന്തായാലും അത് ഡീൽ ചെയ്യാനായിട്ട് പഠിച്ചു. ദ ട്രെയിൻ ഈസ് ഡിലേഡ് അഗെയിൻ, ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. നമുക്കറിയാം ട്രെയിനിൻ്റെ കാര്യം സ്കെഡ്യൂൾഡ് ടൈമാണെന്നൊക്കെ പറഞ്ഞാലും കറക്റ്റ് സമയത്തിന് നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഭാഗ്യമാണ്. ഇറ്റ്സ് ആൻ അൺഅവോയ്ഡബിൾ സിറ്റുവേഷൻ.